സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് നിമിഷങ്ങൾക്കകം തന്നെ അത് ഇന്റർനെറ്റിലും പ്രത്യക്ഷപ്പെടുന്നതിലും വലിയ പുകിൽ സിനിമാ ലോകത്ത് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. മലയാളികൾ മാത്രമല്ല, ലോക സിനിമാ പ്രേക്ഷകർ ഒന്നാകെ കാത്തിരുന്ന സിനിമയാണ് എമ്പുരാൻ. ചിത്രം അനൗൺസ് ചെയ്ത നാളു മുതൽ തുടങ്ങിയ കാത്തിരിപ്പിന് ഇന്ന് രാവിലെ 6 മണിക്കാണ് വിരാമമായത്. എന്നാൽ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത ആരാധകർ വെറുതെ ഒന്ന് നെറ്റിൽ നോക്കിയപ്പോൾ കണ്ടത് തങ്ങൾ പൈസ കൊടുത്ത് ബുക്ക് ചെയ്ത സിനിമയുടെ വ്യാജൻ ഇന്റർനെറ്റിൽ തരംഗമായ കാഴ്ചയാണ്. ആരാധകർ സിനിമയുടെ സെയിം പതിപ്പ് നെറ്റിൽ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി. അതെ ഗൈസ്, പാൻ ഇന്ത്യൻ ചിത്രമായ എമ്പുരാന്റെ വ്യാജ പതിപ്പ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇന്റർനെറ്റിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്ത. സിനിമയുടെ ആദ്യ ഷോയ്ക്ക് മണിക്കൂറുകൾക്ക് മുൻപാണ് സിനിമയുടെ വ്യാജ പതിപ്പ് ഇന്റർനെറ്റിൽ പ്രചരിച്ചത്. 4ഓളം വെബ്സൈറ്റുകളിലും ടെലഗ്രാമിലുമാണ് ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് പ്രത്യക്ഷപ്പെട്ടത്. ഫിലിംസില്ല, മൂവി റൂൾസ്, തമിഴ് റോക്കേഴ്സ് എന്നീ വെബ്സൈറ്റുകളിലൂടെയാണ് സിനിമയുടെ വ്യാജ പതിപ്പ് പുറത്തു വന്നത്. ഇതിനു പുറമെ ടെലഗ്രാമിലും ലിങ്കുകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. എമ്പുരാന്റെ മൊഴി മാറ്റിയ പകർപ്പുകളാണ് പ്രചരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. സംഭവം ശ്രദ്ധയിൽപ്പെട്ടയുടൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ ബന്ധപ്പെട്ടവരെ വിവരം അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതാണെന്നാണ് വിവരം. ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലറാണ് എമ്പുരാൻ. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ പൃഥ്വിരാജും മോഹൻലാലുമാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത്. സിനിമയുടെ ഫാൻ ഷോ രാവിലെ 6 മണിക്ക് ആരംഭിച്ചിരുന്നു. പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് എമ്പുരാൻ എന്നാണ് സിനിമ കണ്ടവർ അഭിപ്രായപ്പെടുന്നത്. അതേസമയം പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരുന്ന എമ്പുരാന്റെ ആദ്യ ഷോ 750-ലധികം സ്ക്രീനുകളിലാണ് പ്രദർശിപ്പിച്ചത്. കൊച്ചിയിലെ ആദ്യ ഷോയ്ക്ക് മോഹൻലാലും പൃഥ്വിരാജും മഞ്ജു വാര്യരും ടോവിനോയും അടക്കമുള്ള താരങ്ങളും എത്തിയിരുന്നു. കുടുംബത്തോടൊപ്പമാണ് ഇവരെല്ലാം എത്തിയത്. ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ആണ് സിനിമയ്ക്കെന്നാണ് പ്രേക്ഷകർ മൊത്തം പറയുന്നത്. ടെക്നിക്കൽ വശത്തെ പ്രശംസിക്കുകയാണ് ആരാധകർ. പൃഥ്വിരാജ് മികച്ച സംവിധായകനാണെന്നാണ് ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം. 2 സർപ്രൈസ് താരങ്ങൾ എമ്പുരാനിലുണ്ടെന്നാണ് വിവരം. എന്നാൽ സിനിമയുടെ ആസ്വാദനത്തെ ബാധിക്കുമെന്നതിനാൽ ആരാണ് ഈ താരങ്ങൾ എന്ന് പ്രേക്ഷകർ ഇതുവരെയും വെളിയിലാക്കിയിട്ടില്ല. ആദ്യ പകുതി കഴിഞ്ഞപ്പോൾ തന്നെ കിടിലൻ പടമാണെന്നായിരുന്നു പ്രേക്ഷകർ പ്രതികരിച്ചത്. മോഹൻലാലിന്റെ മാസ് എൻട്രിയെ ആരാധകരെ ആവേശം കൊള്ളിച്ചുവെന്നും ഫാൻബോയ് പടമാണെന്നും അഭിപ്രായമുണ്ട്. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഹോളിവുഡ് പടമാണെന്നാണ് കരുതിയത്. ഫസ്റ്റ് ഹാഫിനേക്കാളും സെക്കൻഡ് ഹാഫ് സൂപ്പർ ആണെന്ന് പ്രേക്ഷകർ പറയുന്നു. ലൂസിഫറിന് മുകളിൽ നിൽക്കും എമ്പുരാൻ എന്ന് ആരാധകർ പറയുമ്പോഴും ലൂസിഫറിൽ കിട്ടിയ ഒരു ഫീൽ എമ്പുരാന് നൽകാൻ സാധിച്ചില്ലെന്നും ചില പ്രേക്ഷകർ പറയുന്നുണ്ട്. മലയാളത്തിന്റെ KGF അതാണ് എമ്പുരാൻ. സമീപകാലത്ത് ലാൽ സാറിന്റെ പല ഹൈപ്പ് സിനിമകളും വന്നിട്ടുണ്ടെന്ന് ആരാധകർ പറയുന്നു. 2 ദിവസം കൂടി കഴിഞ്ഞാൽ വാർഷിക പരീക്ഷയും കഴിയും. അതോടുകൂടി കുടുംബ പ്രേക്ഷകർ ഒന്നാകെ തിയേറ്ററിലേക്ക് ഒഴുകിയെത്തുന്ന കാര്യം തീർച്ചയാണ്. എല്ലാതരം ഓഡിയൻസിനെയും ആവേശം കൊള്ളിക്കുന്ന സിനിമ തന്നെയാണ് എമ്പുരാൻ എന്നാണ് സിനിമ കണ്ടിറങ്ങുന്ന ആരാധകർ എല്ലാം പറയുന്നത്.